എൻ വാസുവിൻ്റെ അറസ്റ്റ് നടന്നതോടുകൂടിയിട്ട് ഈ കേസിൽ ആദ്യത്തെ ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ അറസ്റ്റ് നടന്നിരിക്കുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ ബന്ധം കേസിൽ നേരിട്ടിട്ട് ഇനി ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വണ്ണം CPMന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവരുടെ ഏജന്റ് തന്നെ ഈ കേസിൽ പ്രതിയാണെന്ന് വന്നിരിക്കുകയാണ്. ഇനി ഈ കേസിൽ രാഷ്ട്രീയമില്ലെന്നോ CPMന് പങ്കില്ലെന്നോ അത് കേവലം ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തിരിമറിയാണെന്നോ എന്നുള്ള വാദത്തിന് യാതൊരു സ്കോപ്പും ഇല്ല. കാരണം എന്താണ്, ശ്രീ ശങ്കുട്ടിദാസ്, ഇവിടെ ഇപ്പോൾ അന്വേഷണം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. നേരത്തെ പല കോണുകളിൽ നിന്നും നിങ്ങളടക്കം ആക്ഷേപം ഉന്നയിച്ചത് ഇത് സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, മേൽനോട്ടം കോടതിയുടേതാണ്, അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചത് കോടതിയാണ്, എന്നാൽ പോലും ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിൻ്റെതാണ്, അതുകൊണ്ട് മുകളിലേക്ക് എത്തില്ല, ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങുമെന്നൊക്കെയായിരുന്നു. ഇപ്പോൾ എൻ വാസുവിലേക്ക് എത്തിയിരിക്കുന്നു. എൻ വാസുവാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ തന്നെ പരിശോധിച്ചാൽ അതിൽ തന്നെ ഏറ്റവും CPMനെ സംബന്ധിച്ച് വിശ്വസ്തൻ എന്ന് പറയാൻ കഴിയുന്നത്, അവരുടെ പാർട്ടിയുടെ നേതാക്കളായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ വിശ്വസ്തൻ എന്ന് പറയുന്നത് എൻ വാസുവാണ്. എൻ വാസുവിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു, അദ്ദേഹം അറസ്റ്റിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം ശരിയായ ദിശയിലാണല്ലോ. ഈ അന്വേഷണം പോരാ, വേറെ അന്വേഷണം വേണം എന്ന ആവശ്യം ഇനി ഏതെങ്കിലും തരത്തിൽ ഉന്നയിക്കാവുന്നതാണോ, നിലനിൽക്കുന്നതാണോ? നോക്കൂ ശ്രീ അഭിലാഷ്, ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ കീഴിലൊരു അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടതിന് അക്കാലത്ത് തക്കതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊരു മൾട്ടി സ്റ്റേറ്റ് ക്രൈമാണ്, ഒരു സംസ്ഥാനത്ത് മാത്രം നടന്ന ക്രൈമല്ല. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കേരളത്തിലാണ് നടന്നിട്ടുള്ളത്, കുറച്ച് കാര്യങ്ങൾ ബാംഗ്ലൂരിലാണ് നടന്നിട്ടുള്ളത്, ചില കാര്യങ്ങൾ ഹൈദരാബാദിലാണ്, കുറേ കാര്യങ്ങൾ ചെന്നൈയിലാണ്. 4 സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ക്രൈമാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ പോരാ, ഒരു മൾട്ടി സ്റ്റേറ്റ് ഏജൻസി അല്ലെങ്കിൽ ഒരു ദേശീയ ഏജൻസി അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. 2, ഇത് സർക്കാരിനെതിരെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരോപണമാണ്. സർക്കാരിൽ ഉന്നതന്മാരായിട്ടുള്ള മന്ത്രിമാരുൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആരോപണമാണ്. അങ്ങനത്തെ ഒരു കേസ് സംസ്ഥാന സർക്കാരിന് കീഴിലെ പോലീസ് അന്വേഷിച്ചാൽ അതിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും തുടങ്ങിയിട്ടുള്ള വളരെ സ്വാഭാവികമായ വളരെ സാമാന്യമായിട്ടുള്ള വാദങ്ങളാണ് നമ്മളെല്ലാവരും ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ തെറ്റുമില്ലതാനും. എന്നാൽ ഈ കാര്യത്തിൽ ഹൈക്കോടതി ഒരു നിലപാട് സ്വീകരിച്ചു. എന്താണ്, ഹൈക്കോടതി തന്നെ ഒരു ടീമിനെ ഹാൻഡ് പിക്ക് ചെയ്തു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ SI മുതൽ ADGP വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ നിർദ്ദേശിച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടൊരു ടീമിനെ എടുത്തിട്ട് അവരോട് അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയും ഹൈക്കോടതിയെ മാത്രം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അതിനിടയിൽ മറ്റു കോടതികളിൽ പോലും റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് കോടതിയോട് ചോദിക്കണം, പോലീസിനെയോ ദേവസ്വം ബോർഡിനെയോ ഈ കാര്യങ്ങളിൽ, സർക്കാരിനെയോ ദേവസ്വം ബോർഡിനെയോ ഈ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തരുത്, വേണമെങ്കിൽ ദേവസ്വത്തിന്റെ രേഖകൾ മുഴുവൻ കൺഫിസ്കേറ്റ് ചെയ്യാം, പിടിച്ചെടുക്കാം, മഹസർ ഉൾപ്പെടെ പിടിച്ചെടുക്കാം, എല്ലാം സീൽഡ് കവറിൽ മാത്രമേ കോടതിയിൽ ബോധ്യപ്പെടുത്താവൂ തുടങ്ങിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കുറേ പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തുകൊണ്ടാണ് കോടതി ഒരു അന്വേഷണത്തിന് ഇടപെട്ടിട്ടുള്ളത്. അവിടെ തന്നെ സർക്കാരിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നുള്ള ഒരു നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി സ്വന്തമായിട്ട് തന്നെ ടീമിനെ ഹാൻഡ് പിക്ക് ചെയ്യുന്നതും കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് പോലും ഇത്രയേറെ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചതും. അതിനുശേഷം കോടതിയെ വിശ്വാസമില്ലാത്തൊരു പ്രശ്നം ഇവിടെ ഇല്ല. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താ, ശരി, കോടതി അനുവദിച്ചിട്ടുള്ള 6 ആഴ്ചത്തെ സമയം കഴിയട്ടെ, അതിനുശേഷമുള്ള അന്വേഷണത്തിന്റെ പുരോഗതിക്ക് അനുസരിച്ച് ഈ അന്വേഷണം തൃപ്തികരമാണോ അല്ലയോ എന്ന് പറയാം എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഈ അന്വേഷണം അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. എന്നാൽ ഇതൊന്നും ഒരു അസ്വാഭാവികമായിട്ടുള്ള, നമ്മൾ ആരും സങ്കല്പിക്കാതിരുന്നിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയതൊന്നുമല്ല. ഈ കേസിന്റെ പ്രൈമറി ഫാക്ട്സ് അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കേസിലെ അന്വേഷണം എൻ വാസുവിലേക്കും പത്മകുമാറിലേക്കും ഒക്കെ എത്തും. അവരെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് അവരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ സ്വർണ്ണ കവർച്ചയെ പറ്റി അന്വേഷിക്കാൻ സാധിക്കുക? എന്നാൽ ഈ സമയത്തിന്റെ ഒരു പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, എൻ വാസുവിന്റെ അറസ്റ്റ് നടന്നതോടുകൂടിയിട്ട് ഈ കേസിൽ ആദ്യത്തെ ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ അറസ്റ്റ് നടന്നിരിക്കുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ ബന്ധം കേസിൽ നേരിട്ടിട്ട് ഇനി ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വണ്ണം CPMന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവരുടെ ഏജന്റ് തന്നെ ഈ കേസിൽ പ്രതിയാണെന്ന് വന്നിരിക്കുകയാണ്. ഇനി ഈ കേസിൽ രാഷ്ട്രീയമില്ലെന്നോ CPMന് പങ്കില്ലെന്നോ അത് കേവലം ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തിരിമറിയാണെന്നോ എന്നുള്ള വാദത്തിന് യാതൊരു സ്കോപ്പും ഇല്ല. കാരണം എന്താണ്, അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ വാസു എന്ന് പറയുന്ന ആൾ CPMന്റെ അവിടുത്തെ ഏരിയ ചുമതലയിൽ ഇരുന്നിരുന്ന നേതാവാണ്, ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, പിന്നീട് PK ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിൽ PA ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം സർക്കാർ തന്നെ 2 തവണ ദേവസ്വം കമ്മീഷണർ ആക്കിയിട്ടുള്ള ആളാണ്. അങ്ങനെ 2ാമത്തെ തവണ ദേവസ്വം കമ്മീഷണർ ആക്കിയത് ശരിയല്ല, അദ്ദേഹം അയോഗ്യനാണ്, അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി ഉണ്ടായി. ഹൈക്കോടതി ഇദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്ത സമയത്ത് അയാളെ ശബരിമലയിൽ തന്നെ നിലനിർത്തണമെന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന ആളെ ദേവസ്വം ബോർഡ് മെമ്പർ ആക്കുകയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുകയും ചെയ്തിട്ട് ശബരിമലയിൽ നിലനിർത്തിയതാണ് CPMന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യപ്രകാരം. അങ്ങനെ ഒരാൾ ഈ കേസിൽ പ്രതിയാണ്, കുറ്റക്കാരനാണെന്ന് വരുമ്പോൾ ഈ കേസിൽ കുറച്ചുകൂടി വ്യാപ്തി ഉണ്ടാവുന്നുണ്ട്, ഇതിന്റെ കോൺസ്പിറസിക്ക് കൂടുതൽ വ്യാപ്തി ഉണ്ടാവുന്നുണ്ട്. ഈ എൻ വാസുവിനെതിരെ ചുമത്തിയിട്ടുള്ള കേസുകൾ എന്താണ്, കുറ്റങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കണം. ഇത് ഫോർജറി, വ്യാജരേഖകൾ ചമയ്ക്കൽ. കാരണം ആദ്യമായിട്ട് ശ്രീ എൻ വാസുവാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്നത്.
എക്സിക്യൂട്ടീവ് ഓഫീസർ 2019 മാർച്ചിൽ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ മരാമത്ത് പണികൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ എൻ വാസു ഈ കത്ത് ദേവസ്വം ബോർഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ചെമ്പ് പാളികൾ സ്വർണം പൂശേണ്ടതുണ്ട് എന്നാക്കി. അപ്പോൾ ആദ്യമായിട്ട് സ്വർണ്ണത്തെ ചെമ്പാക്കിയിട്ടുള്ള വിദ്വാൻ എൻ വാസുവാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. എൻ വാസു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഈ സ്വർണ്ണാഭരണങ്ങളെ ഏൽപ്പിക്കാൻ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നുള്ളതുണ്ട്. 3, ദേവസ്വത്തിലുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഈ കവറപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആന്റി കറപ്ഷൻ നിയമപ്രകാരം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കൂടി, അഴിമതി നിരോധന നിയമപ്രകാരം കൂടി ഇവിടെ കേസ് വരണം. അപ്പോൾ അവിടെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ശബരിമലയിൽ 20 കൊല്ലമായിട്ട് ഇത്രയും വലിയ അളവിൽ സ്വർണം അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആ സ്വർണം അവിടെ നിന്ന് തട്ടിയെടുക്കണമെന്ന് നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ചില ആളുകൾ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അവർക്ക് താല്പര്യമുള്ള ആളുകളെ വെച്ചുകൊണ്ട് അവരുടെ ഈ ഓപ്പറേഷൻ നടത്താൻ സാധിക്കുന്ന ആളുകളെ ബോർഡിന്റെ പ്രധാനപ്പെട്ട ചുമതലകളിലും ഉദ്യോഗസ്ഥന്മാരായിട്ട് നിർത്തി. എന്നിട്ട് ഇവരുടെ നേതൃത്വത്തിൽ വ്യാജമായ രേഖകൾ ചമച്ചും രേഖകൾ തിരുത്തിയിട്ടും സ്വർണം കടത്താൻ ഒരു പദ്ധതി ഉണ്ടാക്കി. ഈ സമയത്ത് പൊതുജനത്തിന്റെ ശ്രദ്ധ ശബരിമലയിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് യുവതീ പ്രവേശനത്തിന്റെ ഒരു വിഷയം കൊണ്ടുവന്ന് അവിടെ വലിയ വിവാദവും പോലീസ് ആക്ഷനും അറസ്റ്റും നാട്ടിൽ വനിതാ മതിലും ഒക്കെ ആയിട്ട് ജനങ്ങളുടെ അറ്റൻഷൻ മുഴുവൻ അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് ഈ ജനശ്രദ്ധ തിരിച്ചിട്ടുള്ള ഈ പഴുത് ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്ന് 30 കിലോയോളം സ്വർണം തട്ടിയെടുക്കുകയും ആ സ്വർണത്തിന് പകരമായിട്ട് അവിടെ എല്ലാം ചെമ്പ് വെച്ച് റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ കാര്യം പൊതുസമൂഹം അറിയാതിരിക്കാൻ വേണ്ടി തുടർന്നും ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഈ രേഖകൾ മുഴുവൻ ക്ലെൻസ് ചെയ്യുകയും ഈ രേഖകളിൽ നിന്ന് ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. ഈ കാര്യം എൻ വാസു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതാണോ അതോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അനുമതിയോടും ആവശ്യപ്രകാരവുമാണോ ചെയ്തത് എന്ന പ്രധാനമായിട്ടുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. എൻ വാസുവിനെ ശബരിമലയിലെ കമ്മീഷണറാക്കി വെച്ചത് CPM ആണ്, CPMന്റെ താല്പര്യപ്രകാരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്തിനാണ് പൊളിറ്റിക്കൽ നോമിനികളെ വെക്കുന്നത്? പൊളിറ്റിക്കൽ നോമിനികളെ വെക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CPMന് കൃത്യമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്ത് 2019 കാലത്ത് എൻ വാസു ശബരിമലയിലെ നിർണായക പദവിയിൽ ഉണ്ടാവണമെന്ന്. അതുകൊണ്ടാണല്ലോ കമ്മീഷണറായി കൊണ്ടുവന്നത്. കമ്മീഷണറായിട്ട് രണ്ടാമത് എക്സ്റ്റൻഷൻ കൊടുത്തത്. ആ എക്സ്റ്റൻഷൻ ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയതിന് ശേഷം അദ്ദേഹത്തെ മെമ്പറായിട്ടും പിന്നീട് പ്രസിഡന്റായിട്ടും കൊണ്ടുവന്നത്. അതായത് 2019 കാലഘട്ടത്തിൽ എൻ വാസു അവിടുത്തെ സകല രേഖകളുടെ കസ്റ്റോഡിയനായി അവിടുത്തെ സർവാധികാരിയായി തുടരേണ്ടത് CPMന്റെ ആവശ്യമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഇരിക്കെ ഈ സ്വർണ്ണ കവർച്ചയിൽ CPMന് പങ്കില്ലെന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവംബർ 5-ാം തീയതിയിലെ ഓർഡറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന ഒരു കാര്യം, ഇവിടെ സ്വർണ്ണ കവർച്ച മാത്രമല്ല അന്താരാഷ്ട്ര റാക്കറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയമുണ്ട്. ടെമ്പിൾ ഓർണമെന്റ്സും ടെമ്പിൾ ജ്വല്ലറിയും വിദേശത്തേക്ക് കടത്തിയിട്ട് വലിയ തുകയ്ക്ക് ലേലം ചെയ്ത് വെക്കുന്ന സുഭാഷ് കപൂറിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര റാക്കറ്റിന് സമാനമായിട്ടുള്ള റാക്കറ്റ് ശബരിമലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണ വാതിൽ കൊണ്ടുപോയിട്ട് മറിച്ച് വിറ്റതാണ്. ഇത് ആദ്യമായിട്ട് പുറത്തുവിട്ടത് മാതൃഭൂമിയാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം ഒക്ടോബർ 10-ാം തീയതി മാതൃഭൂമി പത്രത്തിലാണ് വാതിൽ മറിച്ച് വിറ്റപ്പെട്ടതാണോ എന്ന സംശയം ഉന്നയിക്കപ്പെട്ടത്. ആ സംശയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നവംബർ 5-ാം തീയതിയിലെ വിധിയിൽ പറയുന്നുണ്ട്, ഇവിടെ സ്വർണം മറിച്ച് വിറ്റിരിക്കാനും അന്താരാഷ്ട്ര റാക്കറ്റുകൾ ഉൾപ്പെടെ ഇതിന് പിന്തുണ കൊടുത്തതായിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ശബരിമലയിൽ നടന്ന സമയത്ത് ഇത് കേവലം ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ചുമലിൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ? അതോ ഇവരെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഇതിന് മേൽനോട്ടം നടത്തേണ്ട സൂപ്പർവൈസറി റോൾ ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രി ഉൾപ്പെടെ, ദേവസ്വം വകുപ്പ് ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കൂട്ടുത്തരവാദിത്തമുള്ള സംവിധാനം ഈ കാര്യത്തിൽ എങ്ങനെയാണ് പ്രതിയാവാതിരിക്കുക എന്നുള്ളത് CPM വിശദീകരിക്കേണ്ടതുണ്ട്. ശരി.